പോവല്ല. നമസ്കാരം. നമസ്കാരം. കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു എസ് എന്നൊരു മെസ്സേജ് ഇടുവോ പെട്ടെന്ന് കാണുന്നവർ? ബാക്കി കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തായാലും വളരെ സന്തോഷ നിമിഷമാണ്. അത് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പട്ടാഴി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബാക്കി പറയാം. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമാണ്. രാവിലെ വലിയ റാലിയൊക്കെ നടന്നിരുന്നു പട്ടാഴിയിൽ. രാവിലെ വലിയ ഹലോ സൗണ്ട് കുറച്ചിട്ട് പോകണം. ഹലോ ഇപ്പോൾ ഞാൻ പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, നമ്മുടെ പട്ടാഴി തിരുമുറ്റത്താണ്, ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണുള്ളത്. അല്പം മുമ്പ് വലിയ എന്നെയും വയ്യാതിരിക്കുന്ന എന്നെയും കൂവിക്കുവോ? ഒളിക്കുവാന്നല്ല, കണ്ടല്ലോ കുട്ടികളൊക്കെ വലിയ നമ്മുടെ പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പ്രാവശ്യത്തെ കുളക്കട ഉപജില്ല UP വിഭാഗം ഓവറോൾ ട്രോഫി പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന്റെ ആഘോഷം അലയടിക്കുകയാണ് പട്ടാഴിയിൽ. രാവിലെ മുതൽ കുട്ടികളുടെ റാലിയും പട്ടാഴിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ വാഹനത്തിൽ അവരിങ്ങനെ പട്ടാഴിയുടെ ഹൃദയഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം PTA പ്രസിഡന്റ് ഹരീഷ് ഉണ്ട് ഇവിടെ. ഇതിനെക്കുറിച്ച് ആധികാരികമായി PTA പ്രസിഡന്റ് പറയും. അതിനുശേഷം കുട്ടികളോട് നമുക്ക് കൂടുതൽ ചോദിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് അതിനടുത്തോട്ട് വളരെ സന്തോഷത്തിലാണ് സ്കൂളും. മനോജ് സാറേ അതോട്ടൊന്ന് ഒരു മിനിറ്റ്. എന്തായാലും സ്കൂളിലെ HM-ഉം അതുപോലെ തന്നെ PTA പ്രസിഡന്റും അതുപോലെ തന്നെ PTA ഭാരവാഹികളും ഒക്കെ വളരെ സന്തോഷത്തിലാണ് പട്ടാഴിയിലുള്ളത്. കണ്ടല്ലോ, ഓവറോൾ ട്രോഫിയാണ് UP വിഭാഗത്തിൽ പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം അതിന്റെ സന്തോഷം പങ്കിടുകയാണ് PTA പ്രസിഡന്റ് G ഹരികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരീഷ് പറഞ്ഞോണോ? തീർച്ചയായിട്ടും അനീഷ് സൂചിപ്പിച്ച പോലെ ഭയങ്കര സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. കാര്യം നമ്മുടെ സ്കൂള് ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, സബ് ജില്ലാ തലത്തിൽ ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നു. ഇനി ജില്ലാതലത്തിലെ മത്സരത്തിനൊക്കെ വേണ്ടി പോകാനുള്ള നല്ല തയ്യാറെടുപ്പിൽ ആയിരിക്കുകയാണ്. ജില്ലാതലത്തിലും നല്ല സമ്മാനങ്ങൾ നമുക്ക് കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതൊരു സന്തോഷ മുഹൂർത്തം, ഒരു അഭിമാന മുഹൂർത്തമാണ്. ഇത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് സ്കൂളിലെ സ്റ്റാഫും PTAയും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിതൊരു നല്ല റാലി നടത്തുകയുണ്ടായി. സ്കൂളിൽ നിന്ന് മാർക്കറ്റ് ജംഗ്ഷൻ വരെ വന്ന് അതിനുശേഷം അവർക്ക് മധുരപലഹാരങ്ങളുടെ വിതരണം എല്ലാം നടത്തി. അതിനുശേഷം ഇനിയിപ്പം ഈ ട്രോഫിയുമായിട്ട് പട്ടാഴി, വടക്കേക്കര, പട്ടാഴി പഞ്ചായത്തുകളിലൂടെ ഒരു പര്യടനം നടത്തി നമ്മൾ സ്കൂളിൽ സമാപിക്കുകയാണ്. ഈ അഭിമാന മുഹൂർത്തത്തിൽ, ഈ സന്തോഷ നിമിഷത്തിൽ ഈ നാട്ടുകാരുടെ എല്ലാ സഹായവും സഹകരണവും കൂടെ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ളത്. ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ ഒരു ഗവൺമെന്റ് സ്കൂൾ കൂടിയാണ്. നമ്മുടെ സ്കൂളാണ്. ഇവിടെ മാനേജ്മെന്റ് സ്കൂളൊക്കെ ഈ ട്രോഫിക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ കാഴ്ചവെച്ച സമയത്താണ് നമ്മുടെ കൊച്ചു കുട്ടികൾ ഈ ഒരു ഓവറോൾ കിരീടം നമുക്ക് സമ്മാനിച്ചത്. അത് PTAക്കൊക്കെ വലിയ സന്തോഷമല്ലേ? വലിയ സന്തോഷം. അനീഷ് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു എയ്ഡഡ് സ്കൂളിലെ, ഒരു മാനേജ്മെന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു കലോത്സവത്തിന് വേണ്ടി ഒരുപാട് പൈസകൾ മുടക്കി ഭയങ്കര പരിശീലനങ്ങളെല്ലാം നടത്തി മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന സമയത്താണ് ഈ സാധാരണപ്പെട്ട ആളുകൾ പഠിക്കുന്ന, സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അത്ര വലിയ പൈസയൊന്നും മുടക്കാതെ നിരന്തരമായ പരിശീലനത്തിലൂടെ പരിശീലിപ്പിച്ചെടുത്ത് സമ്മാനം നേടുക എന്നുള്ളത് ഭയങ്കര അഭിമാന മുഹൂർത്തമാണ്, സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള സന്തോഷം ഈ സമയത്ത് നമുക്കുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാം വല്ലാത്ത ഒരു സന്തോഷ മുഹൂർത്തത്തിൽ തന്നെയാണ്. കൂടുതൽ ഉയരങ്ങൾ ജില്ലാതലത്തിൽ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സംസ്ഥാന തലത്തിലൊക്കെ പോയി നമ്മൾ സമ്മാനം വാങ്ങിച്ചതാണ്. അതുപോലെ നേപ്പാളിൽ പോയി ഫുട്ബോൾ കളിച്ച കുട്ടികളുണ്ട് ഈ സ്കൂളിൽ നിന്ന്.
അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സ്കൂള് നല്ല ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായം ഉണ്ടാകണം, ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, ഏതായാലും ജി ഹരീഷൻ നമ്മളോട് സംസാരിച്ചത്. ഈ സന്തോഷം പങ്കുവെക്കാൻ നമ്മുടെ മനോജ് സാറ് നമുക്കൊപ്പം ചേരുകയാണ്. കുട്ടികളൊക്കെ കണ്ടല്ലോ, ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്തായാലും മനോജ് സാറ് നമുക്കൊപ്പം ചേരുകയാണ്. ഓവറോൾ കിരീടമാണ് നമ്മുടെ സ്കൂള് കുട്ടികൾ കൊണ്ടുവന്നേക്കുന്നത്. സാർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെ സ്കൂളിന് UP വിഭാഗത്തിൽ 80 പോയിന്റും കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം എല്ലാ വിഭാഗങ്ങളിലും ഓവറോൾ തന്നെ നേടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിന് തീർച്ചയായിട്ടും സഹായകമായത് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, ഒപ്പം അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത് നേടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ വിജയത്തിന്റെ മുഴുവൻ സന്തോഷവും അല്ലെങ്കിൽ മുഴുവൻ അഭിമാനവും ഞാൻ അവർക്കായിട്ട് നൽകുകയാണ്. അവരുടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വിജയം നേടിയെടുക്കാൻ സാധിച്ചത്. ഇനിയും ഇതുപോലെ ഞങ്ങൾ കൂട്ടായിട്ട് തന്നെ പരിശ്രമിച്ച് അടുത്ത വർഷം എല്ലാ വിഭാഗങ്ങളിലും ഓവറോൾ നേടിയെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ഓക്കെ, എന്തായാലും മനോജ് സാറാണ് നമ്മുടെ HM ആണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വളരെ സന്തോഷ നിമിഷമാണ്. പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. ഇതിനകത്ത് അറമാദിക്കുന്നുണ്ട് കുട്ടികൾ, സന്തോഷം പങ്കുവെക്കുന്നുണ്ട് കുട്ടികൾ. നമുക്ക് അവരോടൊപ്പം കുറച്ചു നേരം കണ്ടേ, ഇതിനകത്ത് ഭയങ്കര സന്തോഷമാണ്. ഹായ്, നമ്മുടെ പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ വലിയ സന്തോഷത്തിലാണ് കേട്ടല്ലോ, അറമാദിപ്പിലാണ് അവരൊക്കെ. ഹായ്, എന്തുകൊണ്ട് കണ്ടല്ലോ, വലിയ കേറിക്കോ കണ്ടല്ലോ. എന്തായാലും നമുക്ക് ഇവർക്കൊപ്പം കുറച്ചു നേരം ഈ സന്തോഷത്തിൽ പങ്കുചേരേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ നമ്മളോടൊപ്പം PTA വൈസ് പ്രസിഡന്റും ഉണ്ട് കേട്ടോ. PTA വൈസ് പ്രസിഡന്റ്, എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമായിരിക്കും, ഓവറോൾ കിരീടമൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമാണ്. പിള്ളേർ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടല്ലേ, നമ്മുടെ ഗ്രാമപ്രദേശത്ത് നിന്നൊരു സ്കൂളിലെ കുട്ടികൾ പോയി ഓവറോൾ കിരീടമൊക്കെ കൊണ്ടുവരുമ്പോ PTAക്കൊക്കെ നല്ല അഭിമാന നിമിഷമായിരിക്കും. എന്തായാലും എല്ലാവരും അവിടെ ടീച്ചർമാരുണ്ട്, അതിലുപരി ആഘോഷങ്ങളാണ്. പട്ടാഴിയുടെ തെരുവീതികളിലൂടെ വഹിച്ചുകൊണ്ടുള്ള സോറി ഈ സന്തോഷയാത്ര അവർ ഉണ്ടായിരിക്കും. പട്ടാഴിയുടെ വിവിധ പ്രദേശങ്ങളിലൂടെ ഈ ഓവറോൾ കിരീടം ട്രോഫിയും വഹിച്ചുകൊണ്ട് കുട്ടികൾ അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അതല്ലോ, മുന്നൂറ്റിയമ്പതിനായി 3000-ലധികം വിദ്യാർത്ഥികൾ കലയുടെ മാതൃകച്ച വേദിയിൽ തിളക്കമാർന്ന വിജയവുമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാഴി. പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇവിടെ ടീച്ചർമാരൊക്കെ കൂടെ ഇങ്ങനെ ഒരു പട്ടാഴിയുടെ അതുകൊണ്ട് അവിടെ ഇന്ന് ഒരാൾ ഡാൻസ് കളിക്കുന്നു വെളിയിൽ. എന്തായാലും നമുക്കും ഇവർക്കൊപ്പം കുറച്ചു നേരം ഈ പരിപാടിയിലൊക്കെ ഒന്ന് പങ്കെടുക്കാം അല്ലേ. ഞാനും വരുക എന്തായാലും ഈ പിള്ളേർക്കൊപ്പം കുറച്ചു നേരം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രോഫി വണ്ടിയൊക്കെ ഭയങ്കര അറമാലിപ്പാ കേട്ടോ. ആഹാ, തന്നെ കടക്കി വന്നോ? എന്നോട് അങ്ങോട്ട് നിർത്ത്, തള്ളിയിടാതെ. അത് ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പിള്ളേരെയൊക്കെ ഇവിടെ അറമാദിപ്പ് പിള്ളേരുണ്ട്. അറമാദിക്കണ്ടേ?
സന്തോഷമാണോ? എന്തുവാ അല്ല നമ്മള് സബ് ജില്ലയിൽ പോയിട്ട് ജില്ലയിലോട്ട് പോകാനുള്ള സന്തോഷം. സബ് ജില്ലയിൽ പോയിട്ട് ജില്ലയിലോട്ട് നമ്മൾ പോകുന്നില്ലേ, അതിന്റെ ഒരു സന്തോഷം. അതിന്റെ സന്തോഷമാണോ? നമ്മുടെ പവിത്രയൊക്കെ ഹായ്. പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പട്ടാഴിയുടെ തെരുവീതികളിലൂടെ കുട്ടികൾ അവരുടെ സന്തോഷം സ്കൂൾ ബസ്സിൽ പങ്കുവെക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. കോപ്പിറൈറ്റ് ആണ് ഈ പാട്ടൊക്കെ കോപ്പിറൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും കാണുന്ന ഇത് ഇഷ്ടപ്പെടുന്നവര് ഒന്ന് ഷെയർ ചെയ്തെത്തിച്ചാൽ കോപ്പിറൈറ്റ് മാറും. കുട്ടികള് അവരുടെ സന്തോഷം പങ്കുവെക്കട്ടെ, അല്ലയോ? സബ് ജില്ലയിൽ ഏത് മത്സരത്തിലാണ് പങ്കെടുത്ത? ചെവിയും തലയും കേൾക്കണ്ടല്ലോ മക്കളെ. എന്തായാലും ഇവർക്കൊപ്പം നാട്ടെ പുറകിലോട്ട് കുറെ ആളുകളുണ്ട്. ആണ്ടെ മാറി 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 തന്നെ കാണട്ടെ. മാറി മോളെ. ഹായ്. എന്തുകൊണ്ട് സന്തോഷമാണോ? ആണോ? സ്കൂളിൽ വരുവാന്ന് പറഞ്ഞില്ലേ വീട്ടിൽ? പിള്ളേരൊക്കെ നല്ല തകർപ്പിലാണ്. ഞാനിതിനകത്ത് പിടിച്ചു നിൽക്കുകയും വേണം, ഫോൺ പിടിക്കുകയും വേണം. ടീച്ചറും ഉണ്ട് കേട്ടോ. ടീച്ചറ് കണ്ടല്ലോ പിള്ളേരുടെ വീഡിയോ ഒക്കെ ചിത്രീകരിക്കുകയാണ്. പട്ടാഴിയിലൂടെ ഇങ്ങനെ പോകുന്നോണ്ടാണ് റേഞ്ച് കട്ടാവുന്നത് കേട്ടോ. വണ്ടി ഇങ്ങനെ ഓടി പോവുകയാണ്. ട്രോഫിയായിട്ട് തൊട്ട് ഫ്രണ്ടിൽ വണ്ടിയുണ്ട്. നമുക്ക് ആ ട്രോഫിയിലുള്ള വണ്ടിയിലൂടെ ഒന്ന് കയറേണ്ടതുണ്ട്. നമുക്ക് ആ ട്രോഫിയൊക്കെ നിങ്ങളെ കാണിക്കും. പുറകോട്ട് നല്ല അറമാഴപ്പ് നടപ്പിക്കുന്നുണ്ട്. ഒന്ന് മാറി മോളെ, അങ്ങോട്ട് വിട്ടേ മോളെ. ഹായ്. അല്ലേ പിള്ളേരൊക്കെ പുറകോട്ട് ഉറങ്ങിയിരിക്കുവാണോ? ഉണർത്തട്ടെ, അങ്ങോട്ട് ഒന്ന് വിട്ടേ. ഹായ്. തല കുത്തി. അതല്ല പിള്ളേരുടെ സന്തോഷമാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പട്ടാഴി ഗവൺമെന്റ് പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുരുന്നുകളാണ് ഓവറോൾ ട്രോഫി കരസ്ഥമാക്കി കൊളക്കട ഉപജില്ലയിലെ കലോത്സവത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി കുട്ടികൾ ജില്ലാ കലോത്സവത്തിന് തയ്യാറെടുപ്പിലാണ് ഉള്ളത്. അതിന്റെ ആഘോഷമാണ് പട്ടാഴിയുടെ തെരുവീതികളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ കുട്ടികളുടെ പട്ടാഴിയുടെ തെരുവീതികളിലൂടെ ട്രോഫിയും വഹിച്ചുകൊണ്ടുള്ള റാലി ഉണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികൾക്ക് സ്കൂളിലെത്തി മധുരവും വിതരണം ചെയ്തതിന് ശേഷമാണ് സ്കൂൾ ബസ്സിൽ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു പട്ടാഴി പോലെയുള്ള സ്ഥലത്തെ ഗവൺമെന്റ് സ്കൂളാണ്. കൂടുതൽ പരിമിതികളുള്ള സ്കൂളാണ്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വലിയ വിജയം പട്ടാഴി ഗവൺമെന്റ് മോഡൽ LP സ്കൂള് കരസ്ഥമാക്കിയിട്ടുള്ളത്. കണ്ടല്ലോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. മുഖം മറയ്ക്കുന്നേ അവരെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ, അല്ലയോ? അതെ അതെ. ഇതെന്തുവാ, സ്കൂളിൽ പോവാതെ വീട്ടിൽ പറഞ്ഞില്ലയോ? അതെ അതെ അതെ. എന്തുവാ മൂലാല്? ഹായ് ഹായ്.
ഇങ്ങോട്ട് നോക്ക്. ഒളിഞ്ഞു നോക്കുന്ന കുട്ടികൾ. അതെ, അദ്വൈത് മോനെ എന്നൊക്കെ കമന്റ് വന്നിട്ടുണ്ട്. അദ്വൈത് ഇതിനകത്തുണ്ടോ? അദ്വൈത് എന്ത് ചെയ്യും? അദ്വൈത് ഇതിനകത്തുണ്ട്. വൈറൽ താരം അദ്വൈതിനെ നമ്മള് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കും. കാര്യം സ്പോർട്സ് ന്യൂസിലൂടെ മില്യൺ കണക്കിന് വൈറലായിട്ടുള്ള ആളാണ് അദ്വൈത്. അദ്വൈത് ഈ വണ്ടിയിലുണ്ട്. ആണ് അവിടെ കൊച്ചുകുട്ടികൾ, ഒളിഞ്ഞിരിക്കുന്ന കുട്ടികൾ. ഗോലിസോട വേണോ? ഗോലിസോട വേണോ? വേണ്ട. വേണ്ട, പിള്ളേരൊക്കെ കുറെ ആളുകള് മെസ്സേജ് ഇടുന്നുണ്ട്. എന്തായാലും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ട്രോഫി ഉള്ള വണ്ടിയിലൂടെ ഒന്ന് കയറണം. അപ്പൊ ഇതിനകത്ത് കുറെ കലാകാരന്മാരും കലാകാരികളും ഒക്കെയാണ് ഉള്ളത് കേട്ടോ. കുട്ടികളുടെ സന്തോഷം അത് ലൈവായി കാണാം എന്ന് വിചാരിച്ചു. മോളെ അങ്ങോട്ടൊന്ന് വിട്ടേരെ. ഹായ് വാവേ. കണ്ടല്ലോ, അങ്ങോട്ട് പോട്ടെ. ഓ ചീവീടുകളെ, ചീവീടുകളെ. ഹായ്. നിങ്ങളെ ഇങ്ങനെ വെറുതെ യാത്ര ചെയ്യുവാന്നോ? നിങ്ങള് അർമാദിക്കുന്നില്ലയോ? സ്ഥലമില്ലല്ലയോ? ഒരു വണ്ടി കൂടെ വേണമായിരുന്നു. അതാണ് നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു വണ്ടി കൂടെ വാങ്ങിക്കാം. ഹായ്. ഇവിടെ അറമാദിപ്പ് നടക്കുക. ഹായ് 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 ഹായ്. നിങ്ങളുടെ പരിപാടി ഒന്നുമില്ലേ? ഡാൻസ് കളി? അറമാദിക്ക്. പാട്ടില്ലയോ? പാട്ടിന് സൗണ്ട് ഇല്ല. സൗണ്ട് പോരാന്നാ പറയുന്നേ. നമുക്ക് ആ മാമനോട് സംസാരിക്കാം കേട്ടോ. ഹായ്. അതെ, കൊറേ നിങ്ങളൊക്കെ എന്തോത്തിനാ പങ്കെടുത്തേ? ദേശഭക്തി ഗാനോ? ആഹാ, ദേശഭക്തി ഗാനം, ദേശഭക്തി ഗാനം, ദേശഭക്തി ഗാനം. അദ്വൈത് പട്ടാഴി, അദ്വൈതിനെ ആരാണ്ടൊക്കെ ഈ കമന്റിലൂടെ തിരക്കുന്നുണ്ട്. അദ്വൈത് മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. രഞ്ജിനി. എന്തായാലും അദ്വൈതിന്റെ ആരാധകരൊക്കെ ഉണ്ട്. അദ്വൈത് വൈറലായ ടീമാണ്. അദ്വൈതിനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല സ്പോർട്സ് ന്യൂസിന്റെ പ്രേക്ഷകർക്ക്. എന്തായാലും അദ്വൈത് നല്ലൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പാടിത്തരും. മോനെ, ആ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞ മാമനോട്. അദ്വൈത് നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തരും ഇപ്പൊ. അതെ, നമ്മുടെ വൈറൽ താരം അദ്വൈത് ഒരു പാട്ട് നല്ല പോലെ. അദ്വൈത് എന്തോത്തിനായിരുന്നു കലോത്സവത്തിലുള്ള? ലളിതഗാനവും ദേശഭക്തി ഗാനവും ഉണ്ടായിരുന്നു. കടുക്കനിട്ട കൂട്ടുകാരൻ നമുക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഒരു പാട്ട് പാടിയേ, നല്ലൊരു പാട്ട്. ഇന്നലെ മെതുകുമേലൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ഞാൻ കണ്ടായിരുന്നു. എന്തായാലും ഒരു പാട്ടൊന്ന് പാടിയേ. പാടിക്കോ. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. നറുപൂവിതളിൽ മധുരം പകരാം. ചെറുപൂങ്കാറ്റായി മെല്ലെത്താരാട്ടാം. എൻ കരളിലൊതുങ്ങും കണ്ണീർ കുരുവികളെ. ആഹാ, ഇതെന്തുണ്ട്? ദുബായൊക്കെ ഇട്ട് ഇങ്ങനെ അറമാദിക്കുകയാണ്. അവരുടെ സന്തോഷമാണ്, കുട്ടികളുടെ. ആരെങ്കിലും ഒരു പാട്ടുകൂടെ പാടുവോ? ആരുണ്ട് ഇവിടെ? ഞാൻ പാടാമെന്ന് ഇവിടെ ഒരാള് അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. പാടിക്കോളെ, അത്രേ ഉള്ളൂ. പാട്. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ.
ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന്. മോളെ പാടണ്ട മോളെ, കൂട്ടുകാരൊക്കെ ഉറങ്ങിയിരിക്കുന്നുണ്ടല്ലേ? ഒരു പ്രോത്സാഹനം ഇല്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി നമ്മളെന്തിനാ പാടിക്കൊടുക്കുന്നത്? പ്രോത്സാഹിപ്പിക്കുവോ? അങ്ങനെ പ്രോത്സാഹിപ്പിക്കട്ടെ, പ്രോത്സാഹിപ്പിക്കട്ടെ. പാടുമോളെ. ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വാലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. വളര് വളര്. നീ നടന്നു പോകുമാം നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയായി നീ. എതിരെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടുതലോടിക്കൊണ്ട് കാറ്റിലെ നമ്പരം മാറ്റിടുവാൻ. ആകാശ നക്ഷത്രങ്ങൾ നിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും. മൂടും നീരുട്ടകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞുണരും. നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കടക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. വളര് വളര്. ഹൃദയകൃഷ്ണൻ. വിദ്യാകൃഷ്ണൻ നല്ലപോലെ പാട്ട് പാടി. എത്ര പഠിക്കണേ? 5. 5ാം ക്ലാസ്സിലാ. എവിടെ വീട്? ആറാട്ടുഴ. ആറാട്ടുപുഴ. ആറാട്ടുപുഴ ആയല്ലോ. നിങ്ങളുടെ നാടായല്ലോ. ആറാട്ടുപുഴ അല്ല, ഇത് കടുവാത്തോടായി. ഓക്കെ ഓക്കെ. അപ്പൊ ഹൃദയ നല്ലപോലെ പാടി കേട്ടോ. കാണ്ടേ കുട്ടികളുടെ ഇപ്പൊ കടുവാത്തോടായിട്ടുണ്ട്. ഓവറോൾ ട്രോഫിയും വഹിച്ചുകൊണ്ടുള്ള സന്തോഷ യാത്രയാണ് കുട്ടികൾ ഇങ്ങനെ പോകുന്നത്. നമുക്ക് ഒപ്പം നമ്മുടെ പവിത്രയുണ്ട്. പവിത്ര എന്തൊക്കെ, പവിത്രയും നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാവുന്ന ആളാണ്. സ്കൂളിലെ നല്ല കായികയാണ്. പട്ടാഴിയിലെ പല വേദികളിലും പവിത്രയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പവിത്രയുടെ പാട്ടുകൾ ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റികളിൽ പങ്കാളിയാകാറുണ്ട് പവിത്ര. അപ്പൊ പവിത്ര കലോത്സവത്തിൽ എന്തൊക്കെ പങ്കെടുത്തത്? പവിത്ര ഒരു പാട്ടും പാടിത്തരും ഞങ്ങൾക്ക്. ഒരു പാട്ട് പാടി. ഏതായാലും സന്തോഷത്തിലല്ലേ? അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ എന്തോ ഏതാണ്ട് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ മാർക്കിടാൻ പോകുന്നു. അതൊന്നുമില്ല. പാടിയോ? കാലം നമ്മിൽ തന്നോരേ വരം സുഖിതമേ സ്വയം വരം സ്വയം പോലും സമാഗമം സുഹാസിതം പിന്നെ പാടാം. ഇവിടെ പവിത്രയ്ക്ക് പാടാനുള്ള അവസരമില്ല. കാര്യം ഇവിടെ പാട്ടൊക്കെ ഇട്ട് ഇവിടെ ഭയങ്കര ഡാൻസ് ആണ് കുട്ടികൾ. എന്തായാലും കുറെ കമന്റുകളുണ്ട്, അതുകൂടെ വായിക്കാം. പട്ടാഴി അസിം
അതുപോലെ തന്നെ റോക്കി, നമ്മൾ ഈ ലൈവ് തുടങ്ങിയപ്പോൾ തന്നെ റോക്കി അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു കുട്ടികൾക്കൊപ്പം. അവിടെ അമ്പഴവേലിയിലെ റോക്കിയാണ്. അപ്പൊ അമ്പഴവേലി ബാങ്കിന്റെ ആണ്. അപ്പൊ റോക്കി ചാൻ കുട്ടികളുടെ അവിടുന്ന് ഈ ഒരു യാത്ര ആരംഭിച്ചപ്പോൾ അവർക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റിനൊക്കെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രഞ്ജിനി സന്ദീപ് അദ്വൈത് മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്വൈതിന്റെ പാട്ട് പാടിച്ചിട്ടുണ്ട്. കണ്ണനും ചിപ്പിയാൻ ടീം കൺഗ്രാറ്റുലേഷൻസ്. ആ ചിപ്പിയൻ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ശ്രീലത കണ്ണൻ കൺഗ്രാറ്റ് ഡിയർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രജനി സന്ദീപ്. നെറ്റ്വർക്കിന്റെ ചില സാങ്കേതിക ബുദ്ധിമുട്ടാണ്. വണ്ടി സ്കൂൾ ബസ് ഇങ്ങനെ ഓടിപ്പോകുന്നത് കൊണ്ടുള്ള നെറ്റ്വർക്ക് വലിയ അദ്വൈത് മോന്റെ ഓക്കെ. രജനി ആണ് കമന്റ് ഉള്ളത്. ബിനോയ് ഗുഡ് എന്നിട്ടിട്ടുണ്ട്. അശ്വതി മധു ഗുഡ് എന്നിട്ടിട്ടുണ്ട്. കുശല കുമാരി ഹായ് ഇട്ടിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷത്തിലാണ്. കുട്ടികളൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ. പാട്ടൊന്നുമില്ലയോ? എന്തായാലും എന്നെ അങ്ങോട്ടൊന്ന് വിട്ടേ മോനെ. ഹലോ, ഇവിടെ കുറെ ആളുകളുണ്ട്. അങ്ങോട്ട് വിട്ടേ മോനെ. റവന്യൂ ജില്ലാ കലോത്സവ വേദിയെ ധന്യമാക്കാൻ ചുവടുവയ്ക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാവിധ ആഗ്രഹങ്ങളും നേരുന്നു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നും പട്ടാഭിയുടെ പ്രതിഭകൾ ചിലന്തിലെത്തി ആടി കയറിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നവംബർ 18 മുതൽ 21 വരെ കുളക്കട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടന്ന കുളക്കട സബ് ജില്ലാ കലോത്സവത്തിന്റെ വർണ്ണോജ്വലമായ അരങ്ങിൽ 80 തൊഴിലുകളും നേടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫി അഭിമാനപൂർവ്വം കരസ്ഥമാക്കിയിരിക്കുന്നു. അതെ, എനിക്കൊപ്പം ഈ വണ്ടിയില് കുറെ കുട്ടികളുണ്ട് കേട്ടോ. ട്രോഫിയൊക്കെ പിടിച്ച് ഈ വണ്ടി കിടന്ന് കുലുങ്ങുന്നത് കൊണ്ടാണ് കൂടുതൽ കാണിക്കാൻ പറ്റാത്തത്. ഉറുദു ഗസലിന്റെ മാതൃകകളും ഉറുദു സംഘഗാനത്തിന്റെ ചെൽക്കാഴ്ചകളും ചെണ്ടമേളത്തിന്റെ മേളക്കുഴപ്പം പകർന്ന റവന്യൂ ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായ ഈ വണ്ടി ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് റേഞ്ച് കട്ടാവുന്നത്. ഇപ്പൊ കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് ഈ ലൈവ് കാണുന്നവർക്ക് അത് അറിയാൻ സാധിക്കില്ല. എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അവർ കൈവരിച്ചത് ഉന്നത വിജയമാണ്. കുളക്കട ഉപജില്ലയിൽ നിന്നും വിളംബര ജാഥയാണ് UP വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ എല്ലാവിധ ആഹ്വാനങ്ങളും നേരുന്നു. ചെണ്ടമേളത്തിന്റെ മേളക്കുഴപ്പം പകർന്ന റവന്യൂ ജില്ലാ കലോത്സവ വേദിയെ ധന്യമാക്കാൻ ചുവടുവയ്ക്കുന്ന പട്ടാഴി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കണ്ടല്ലോ, ട്രോഫിയിൽ മുത്തം വെച്ച് ഓവറോൾ ട്രോഫിയിൽ മുത്തം വെച്ച് പട്ടാഴിയിലെ ചുണക്കുട്ടികൾ കണ്ടല്ലോ. പുറയിലിരിക്കുന്ന എന്റെ കൂടെ കാണുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലയോ? ഹായ്, എങ്ങനെയുണ്ട്? 66 സ്കൂളുകളിൽ നിന്നും 350 ഇനങ്ങളിലായി 3000-ലധികം വിദ്യാർത്ഥികൾ
കലയുടെ നാട്ടുകെട്ട് വേദിയിൽ ഉണ്ടല്ലോ കുട്ടികൾ. തിളക്കമാർന്ന വിജയവുമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാഴി. റേഞ്ചിന്റെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ മാലൂരാണുള്ളത്. അപ്പൊ അതിന്റെ ചില സാങ്കേതിക ബുദ്ധിമുട്ട്, റേഞ്ചിന്റെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നും പട്ടാഴിയുടെ പ്രതിഭകൾ ചിലങ്കലിന്റെ താളമേളങ്ങളും മാപ്പിളപ്പാട്ടിന്റെ നെഞ്ചും ലൈവ് കാണുന്നവർ പോകല്ലേ, തൽക്കാലം ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് എത്തിക്കുക. റേഞ്ചിന്റെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. നമ്മളും ഈ കുട്ടികൾക്കൊപ്പം തിളക്കമാർന്ന വിജയവുമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാഴി.